അമ്മ ദോശ കഴിക്ക്. അമ്മേ, ചിലര് ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല. ഞാൻ കഴിക്കല്ലോ. അതല്ല അമ്മേ, നമ്മുടെ മീരയില്ലേ, നമ്മുടെ മീരയ്ക്ക് ദോശയുടെ കൂടെ വെള്ളച്ചട്നിയും തക്കാളി ചട്നിയും സാമ്പാറും വേണം. മനസ്സിലായില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്ന് അൻവറില്ലേ, നമ്മുടെ മീര അവനായിട്ട് പ്രേമത്തിലാണ്. എന്തുവാ അപ്പൊ ആ ക്രിസ്ത്യാനിച്ചിക്കണോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനുമായിട്ടും പ്രേമത്തിലാണമ്മേ. അമ്മേ, അമ്മേ, അമ്മ എങ്ങോട്ടാ പോന്നേ? അമ്മ എന്ത് ചെയ്യാൻ പോവാ? എടാ, ഇന്ന് വരെ നീ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നീ മിണ്ടരുത്. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇനി അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ ചെന്ന് വെള്ളം വെച്ച് അവക്കിട്ട് ഒരു അടി കൊടുക്കും. നാട്ടുകാർ മൊത്തം അറിയിച്ച് കുടുംബത്തിന് മൊത്തം നാണം കെടുത്തും. അവള് വല്ല കടുങ്ങയും ചെയ്താലോ? ഇളയ ഒരാളും കൂടി ഇല്ലേ അവിടെ? നമ്മൾ അതും കൂടി ആലോചിക്കണ്ട അമ്മേ. പിന്നെ ഞാൻ എന്ത് വേണം? ഒരമ്മ ഇതൊക്കെ എങ്ങനെ സഹിക്കുക? അവള് ചെയ്തു വെച്ച എല്ലാം അറിഞ്ഞോണ്ട് ഞാൻ മിണ്ടാതിരിക്കണം എന്നാണോ? അതിന് ഇങ്ങനെ അല്ല റിയാക്ട് ചെയ്യണ്ട അമ്മേ. നമ്മൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എങ്ങനെ? ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഞാൻ അവളുടെ പേര് മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരാളെ കിട്ടി. ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. ജാതകമൊക്കെ ചേരും. അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞേ. നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടമ്മേ. അതിന് അവള് സമ്മതിക്കണ്ടേടാ. അവളുടെ ഉദ്ദേശം വേറെ വല്ലതാണെങ്കിലോ? അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ പറയും ചെയ്യും, അവളത് അനുസരിക്കുകയും ചെയ്യും. അമ്മ നോക്കോ. അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പുറത്തെ വീട്ടിലായില്യം വന്ന ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. എന്നാ പെണ്ണ് കേറി വന്നോ അന്ന് തീർന്നു എന്റെ മനസ്സമാധാനം. നമ്മുടെ വീട്ടിലെ കൊച്ചു കൊള്ളൂല തന്നെ എന്തിനാ അമ്മ അയലൊക്കത്തെ കൊച്ചിനെ കുറ്റം പറയുന്നത്? ഈയിടെ നമ്മളൊന്നും കൂട്ടാതെ പുറത്തു പോക്ക് ഇച്ചിരി കൂടുതലാണ്. എന്താ അമ്മയും മോനും തമ്മിലൊരു ചുറ്റിക്കളി? നിനക്ക് ഈ സൺഡേ എന്താ പ്രോഗ്രാം? സൺഡേ എന്താ, രാവിലെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർ വരുമല്ലോ ട്യൂഷൻ എടുക്കാൻ. നമുക്കിതൊക്കെ തന്നെ. ആ, എന്നാ ഈ സൺഡേ നീ എങ്ങും പോകണ്ട. നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവരൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തങ്ങ ഉറപ്പിക്കും. അല്ലേ മേ? എന്താണോ ഇത്ര വലിയ രഹസ്യം? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്താ എത്ര പെട്ടെന്ന്? ആഹാ, ചേച്ചിക്ക് കല്യാണാലോചന തുടങ്ങിയോ? FB-യിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം. അന്നിനോട് ഫോട്ടോ ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ എന്തോ ഒപ്പിക്കാനാന്ന്. ഒരു വാക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഫോട്ടോസ് തന്നേനല്ലോ. അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറിപ്പോവുകയെല്ലാം ചെയ്തായിരുന്നോ? എനിക്കറിയില്ലടാ മക്കളെ, ഞാൻ സഡേഷനിലായിരുന്നു. ജീവൻ രാജ്. അമ്മ, അമ്മ, മുറിവേറ്റ ഈ ജീവന്റെ ആഴത്തിലേക്കാണ് മൗനമായി നീ വീണു പതിച്ചിരിക്കുന്നത്. അരെ വാ, ജീവൻ രാജ് ഒട്ടും പൈങ്കിളിയല്ല അല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മമേ നമഃ. എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. പരേതന് കോടിപ്പണം സമർപ്പിക്കാനുള്ള സമയമാണിപ്പോ. ബന്ധുക്കളോ സംബന്ധക്കാരോ ഒക്കെ വന്നിരിക്കുന്നവരല്ലേ? പേരുകൾ ഇവിടെ കുറിപ്പേട്ടോ ഒന്നിങ്ങ് വന്നേ. ആ ഓ, മറ്റേ ആലോചനയുടെ കാര്യം എന്തായി? ആ UK-ക്കാരെ അവർക്കതിൽ താല്പര്യമുണ്ടെന്ന്. അതെ, നമ്മക്കെന്തിനാ ഈ അന്യ നാട്ടിൽ കിടക്കുന്നവരെ? നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും സർക്കാർ ജോലിക്കാരല്ലേ നല്ലത്? ഞാനിനി മോഹൻലാലിനോട് എന്ത് പറയും? പിന്നെ എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ മതി. ഒരു ക്ലർക്കായാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ടൊരു പയ്യൻ. ഷടാ, അങ്ങനെ ഒരാളെ ഇവിടെ കിട്ടാനാ? പ്രസിഡന്റ് അല്ല, ഒന്ന് വരൂ. മനുവേ കേറുന്നില്ലേ? സെക്രട്ടറി ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അല്ല, ഉണ്ട്. ഒരു ചെറിയ തിരക്കിലായി പോയി. നമ്മുടെ മീരയ്ക്ക് ഒരു കല്യാണാലോചന ചെറുകോൽപ്പുഴയുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. അപ്പൊ ഈ ഞായറാഴ്ച അവര് വരും. ഓഹോ, കരയോഗത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങില്ലേ? അയ്യോ, ഞായറാഴ്ച ഉണ്ടാവില്ലല്ലോ. ജഗദമ്പിള്ള വിടാം. പയ്യന്റെ പേരെന്താ പറഞ്ഞേ? ജീവൻ രാജ്. വരൂ.
പുഞ്ചിരി കൂടുതലാണല്ലോ നിങ്ങൾ. ഹാപ്പി മാൻ. അത് നന്നായി. ആ ഇതമ്മ, ഇത് ഇളയവൻ. ഇരുന്നോളൂ, ഇരുന്നോളൂ. ഇവിടെ മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കുക. ആഹാ ഇവനും എഞ്ചിനീയറിങ്ങിനാ അങ്ങ് തമിഴ്നാട്ടിലാ സെക്കൻഡ് ഇയർ. ടോപ്പറാ. അത് പിന്നെ ചേട്ടനാണല്ലോ അവന്റെ റോൾ മോഡൽ. മീര ആ മോളെ മീര വാ. മോൾ എവിടെയാ പഠിക്കുന്നത്? കാത്തലിക്കേറ്റ് കോളേജ്, M.Com ഫൈനൽ ഇയർ. അല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. അതല്ലേ നാട്ടടപ്പ്. എന്ത് സംസാരിക്കാൻ? ഒന്നും സംസാരിക്കാനില്ല. അല്ല, അവര് സംസാരിക്കട്ടെ. അവര് സംസാരിച്ചാലല്ലേ അറിയൂ. അതെ അതെ സംസാരിച്ചറിയും. എനിക്ക് സംസാരിക്കണം. ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അയ്യോ, പക്ഷെ ഞാൻ അതിൽ അല്പം ആക്റ്റീവ് ആണ്. ഞങ്ങളെ കണ്ടായിരുന്നു. ഫോട്ടോസ് ഒക്കെ ഉണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട്? സാഹിത്യം കൊള്ളാം, പക്ഷെ ഫോട്ടോ അത്ര പോരാ. നേരിട്ട് കാണാനാ കുറച്ചുകൂടെ നല്ലത്. ജോസിനറിയാമോ, പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ. പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവളെന്താ ഇങ്ങനെ? ചതിക്കായിരുന്നില്ലേ അവൾ ഇത്ര നാളെ ഞങ്ങളെ? എന്ത് ധൈര്യത്തിലാ അച്ഛനമ്മമാര് മക്കളെ വിശ്വസിക്കേണ്ടത്? ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്കുകൊണ്ട് പോലും ആരും കുത്തി നോവിച്ചിട്ടില്ല. അതെ, ഈ സാധനം എവിടെ നിന്നെടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ? നിനക്കൊരു അനിയൻ ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഇറങ്ങുമോ? ഞാൻ സംസാരിക്കും അവളോട്, അല്ലാതെ ഇത് ശരിയാവില്ല. ആ, ഇനി സംസാരിച്ച് വിഷയം വഷളാക്കി അവൾ അവന്മാരിൽ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാലോ? അതിപ്പോ ആണെങ്കിലും ഒക്കെ ഇറങ്ങിപ്പോലോ. ആ, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കറിയാം. അയ്യോ, ഞങ്ങൾ ഇൻസ്പെക്ഷനൊന്നും വന്നതല്ല കേട്ടോ. ഈ വഴി പോയ. നീ എന്തിനാടാ കള്ളം പറയുന്നേ? ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്റെ അമ്മയാ. ഓ വാ, കയറിയിരിക്കെ. ഇവിടുത്തെ മൂത്ത കൊച്ചിനെ കണ്ടപ്പോ ഇവനൊരിഷ്ടം. എന്നാ പിന്നെ നേരിട്ട് വന്ന് പറയാന്ന് കരുതി. എനിക്കിവൻ ആകെ ഒരാളെ ഉള്ളേ. ഹായ്. എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഒരു ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ. അയ്യോ, മീരയുടെ കല്യാണം ഉറപ്പിച്ചു. ആദ്യമായിട്ടാ ഇവനൊരു പെങ്കൊച്ചിന്റെ കാര്യം എന്നോട് പറഞ്ഞു. അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ. ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ. ഓ, അത് സാരമില്ല. ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല. ഇങ്ങനെ വിളിക്കുന്നോണ്ടൊന്നും തോന്നരുത്. രണ്ടുപേരും കല്യാണത്തിന് വരണം. എന്തായാലും ഞങ്ങൾ വരും. ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അല്ല, മോളിവിടെ ഇല്ലേ? അവൾക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. എല്ലാം തീർന്നു. വിഷ്ണുവേട്ടാ, നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിൽ ഏട്ടനറിഞ്ഞു വിഷ്ണുവേട്ടാ? എടാ, വീട്ടിൽ സമ്മതിക്കാത്ത ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. മനുവേട്ടൻ അങ്ങേർക്ക് ദേഷ്യം വന്നാൽ മുന്നും പിന്നും നോക്കാത്ത ഒരാളാ. വിഷ്ണുവേട്ടൻ കണ്ട കൈയും കാലും തല്ലിയൊടിക്കുന്ന എന്നോട് പറഞ്ഞേക്കുന്നത്. എന്റെ വിഷ്ണുവേട്ടൻ എന്തെങ്കിലും പറ്റി എന്നെ കൂടി സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല. അവർ ഭയങ്കര കൺസർവേറ്റീവാ. വിഷ്ണുവേട്ടൻ എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടും. അത് കിട്ടുമായിരിക്കും, പക്ഷെ മീരയ്ക്ക് എന്നേക്കാൾ നല്ല ചെക്കനെ കിട്ടൂ. ഒരിക്കലുമില്ല.
ഇപ്പൊ എനിക്ക് നിനക്ക് ഒരു വാക്ക് മാത്രമേ തരാൻ കഴിയൂ. വേറൊരു ജന്മം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ മാത്രമായിരിക്കും. ഏത് ജന്മം? എനിക്കങ്ങനെ ഒരുപാട് ജന്മങ്ങളിലൊന്നും വിശ്വാസം എനിക്ക് ഉണ്ടേട്ടാ. തിരിഞ്ഞു നോക്കില്ല ഞാൻ. മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അൻവറിന്റെ മുഖമുണ്ട്. എനിക്കത് മതി. ഇനി അങ്ങോട്ട് എന്നെ സ്വന്തം പെങ്ങളെ പോലെ കാണണം. ചേട്ടൻ കൈയും കാലം തൊലി ഓടിക്കുന്നു പറഞ്ഞത് സത്യേറ്റം പറഞ്ഞാണോ? എനിക്കും തോന്നി. അപ്പൊ തനിക്ക് വിഷമാവൂലേ? നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ഞാൻ അറിഞ്ഞു. പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്ക് എൻ്റെ ജാതിയും അതൊരു പ്രശ്നമല്ലായിരുന്നു. വലിയ കൊമ്പത്തോടെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം അല്ല മീര? നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം.